അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഇസ്തതാഅ അൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ. ആർക്കെങ്കിലും തൻ്റെ ഒരു സഹോദരന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഫൽയഫഅൽ, അവൻ ചെയ്തു കൊള്ളട്ടെ. ആരോഗ്യമുള്ള ആളുകൾക്കെല്ലാം വലിയ പ്രയാസമൊന്നുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് രക്തദാനം. ആവശ്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന നിയത്തോടുകൂടി ആരെങ്കിലും രക്തം ദാനം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും. മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് എന്ന്. ഇനി ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും രക്തം ദാനം ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷപ്പെടാൻ വരെ കാരണമായേക്കാം. ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅൻ. ആരെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവൻ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവൻ നൽകുന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല രക്തദാനം. മറിച്ച് നല്ല നിയ്യത്തോടു കൂടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ബിഇദ്നില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.